കൗണ്ടർ എന്തെങ്കിലും ഉണ്ടോ നീലിമ പറയാൻ? ഇത്ര യാതൊരു താല്പര്യവും എന്നാണ് രഞ്ജിത്ത് അമ്പാടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആദ്യം ഉന്നയിച്ച ആശങ്ക ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ലീഗ് പഴയ ലീഗല്ല എന്ന് നമുക്കറിയാം. മറ്റൊന്ന്, ഈ ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ വലിയ പദ്ധതികളാണ് കേന്ദ്ര ഫണ്ട് ഒഴുകിയെത്തുന്ന ഒരിടമാണ് ഈ ഫിഷറീസ് വകുപ്പ്. അപ്പോൾ ഒരു പ്രത്യേക സമുദായത്തെ നന്നായി ഒന്ന് ഫ്ലറിഷ് ചെയ്തെടുക്കാൻ ആ ഫണ്ടുകൾ ഈ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഫണ്ടുകൾ മുഴുവൻ വളരെ കൃത്യമായി ചില പോക്കറ്റുകളിലേക്ക് എത്തിക്കാൻ വളരെ കൃത്യമായ ഒരു ആ വകുപ്പ് കയ്യിലുണ്ടെങ്കിൽ ലീഗ് ഫിഷറീസ് ആവശ്യപ്പെടുന്ന ഫണ്ട് അടിച്ചു മാറ്റാനാണ്. രഞ്ജിത്ത് ഈ പറയുന്ന ഈ താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ്. കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പിന്നെ എന്തിനാ ആക്ഷേപം? പിന്നെന്തിനാണ് ആക്ഷേപം? കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗിനോട് അത് പറഞ്ഞ് കാര്യം അവസാനിപ്പിച്ചാൽ പോരെ. പക്ഷേ അതല്ല പ്രശ്നം. ലീഗിനോട് അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം കോൺഗ്രസിനുണ്ട്. അത് നേരത്തെ തന്നെ രഞ്ജിത്ത് അമ്പാടി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. നമുക്കറിയാം 22 പേരാണ്, കണക്കുകൾ മാത്രമാണ് നോക്കുന്നതെങ്കിൽ 22 പേരാണ് മുസ്ലിം ലീഗിൽ നിന്നും ജയിച്ചു വന്നിരിക്കുന്നത്. 15% പേരാണ് നിയമസഭയിൽ മന്ത്രിമാരാകേണ്ടത്. ഈ 22%-ൻ്റെ സ്വാഭാവികമായും 15%-ല്ലേ അവർക്ക് അർഹതയുള്ളൂ. അപ്പോൾ ഏതാണ്ട് 2 മന്ത്രിമാരോ 3 മന്ത്രിമാരോ ഉള്ള വകുപ്പല്ലേ അവിടെയുള്ളൂ. പക്ഷേ എങ്ങനെ 5 മന്ത്രിമാർ വന്നു? അത് മറ്റു ചില സ്വാധീനങ്ങളല്ലേ. അപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ എണ്ണം അനുസരിച്ച് കൃത്യമായി തലയെണ്ണി അതിന് പറയുന്ന ന്യായീകരണം അങ്ങ് കേട്ടിട്ടില്ലായിരുന്നു. അവരുടെ ഇപ്പോൾ UDF നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ച പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ ജയിപ്പിച്ചത് ലീഗ് പ്രവർത്തകരോ ആണെന്നാണ്. അത് തന്നെയാണ് പ്രശ്നം. ആ ലീഗും ലീഗ് പ്രവർത്തകരും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും ചേർന്ന് സ്വാധീനിച്ചു എന്നത് തന്നെയാണ് ഈ പ്രശ്നം. അല്ലാതെ വൈകിയതുകൊണ്ട് മാത്രം ഇടപെടുന്നു രഞ്ജിത്ത് അമ്പാടി. മന്ത്രിമാരൊക്കെ ചെന്ന് ഓഫീസിൽ ഉപവിഷ്ടരാകുന്നു, ബൊക്കെ വാങ്ങിക്കുന്നു, നല്ല വെള്ള ടവലിട്ട കസേരകളിൽ ഇരിക്കുന്നു, ഷോൾ ഏറ്റു വാങ്ങുന്നു. വകുപ്പ് ഏതാ സ്വാമി? തേങ്ങയപ്പം ഉടയ്ക്കും. വകുപ്പ് സംബന്ധിച്ച് ചില ചർച്ചകൾ അവസാന നിമിഷം നടക്കുന്നുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കൃഷി വകുപ്പ് സംബന്ധിച്ചും ഫിഷറീസ് സംബന്ധിച്ചും ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് മാത്രമാണ് തർക്കമുള്ളത്. ഉന്നത വിദ്യാഭ്യാസം ഷംസുദ്ദീന് നൽകി. പക്ഷേ ലീഗ് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം വിട്ടുതരാം. കാരണം ചില തർക്കങ്ങൾ വന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ ഞങ്ങൾക്ക് ഫിഷറീസ് പകരം വേണം, തുറമുഖം വേണം എന്ന് പറഞ്ഞു. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇപ്പോൾ CP ജോണിന് ചർച്ച നടത്തി. CP ജോണിന് തുറമുഖം നൽകാനുള്ള ഏകദേശ സാധ്യതകളായി. ലത്തീൻ സഭ അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. കാരണം ലത്തീൻ സഭയ്ക്ക് വീണ്ടും ഇനി വിൻസെൻ്റ് കാര്യത്തിൽ പിടിമുറുക്കി നിൽക്കാൻ ലത്തീൻ സഭ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതയില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് കോൺഗ്രസ് ആണ്, UDF സംവിധാനമാണ്. ഈ UDF സംവിധാനത്തിൽ ഘടകകക്ഷികൾ നിരവധിയുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് CPM-നെ പോലെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. കോൺഗ്രസ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല. ലീഗ് എന്ന് പറയുന്നത് UDF-ന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ലീഗ് ഇല്ലെങ്കിൽ മലബാർ മേഖലയിൽ 30 UDF MLA-മാർ അല്ലെങ്കിൽ കോൺഗ്രസ് MLA-മാർ ജയിക്കില്ല. ഈ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാം. വയനാട്ടിൽ പ്രിയങ്കയും ജയിക്കില്ല. ഏതായാലും സമയം അവസാനിച്ചതുകൊണ്ട് റൈറ്റ് സൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കൃഷി വകുപ്പ് ആർക്കും വേണ്ട, ഫിഷറീസ് വകുപ്പിനായി കടിപിടി, എല്ലാം കോംപ്ലിമെന്റ്സ് ആയി എന്നാണ് രഞ്ജിത്ത് അമ്പാടി സാക്ഷ്യപ്പെടുത്തുന്നത്.